നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയിൽ കൊണ്ടുപോകുന്ന ഡെഡ് ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റിംഗ് മോർച്ചറി സർവീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചില ആൾക്കാർക്ക് വീട്ടിൽ നിന്നുള്ള ഡെത്തായിരിക്കും. അപ്പോൾ ആ പേഴ്സൺ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ ഇത് പൂർണ്ണമായിട്ടും ഡെത്തായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് ഡെഡ് ബോഡീസ് കൊണ്ടുപോകാറുള്ളത്. Prior to the advent of modern methods of verifying death, people feared that they would be buried alive. അതായത് ചില നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചില കേസിലൊക്കെ നമ്മൾ ഫ്യൂണറൽ നടത്തുന്ന സമയത്ത്, അതായത് ക്രിമേഷനോ ബ്യൂറലോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ കൈ അനങ്ങുക അല്ലെങ്കിൽ കണ്ണ് തുറക്കുക, അങ്ങനെ ജീവിച്ചിരിക്കുന്നു, അവർക്ക് ജീവനുണ്ട്, അലൈവ് ആണ് എന്ന് തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലും സിമ്പല് സയൻസോ കാണിച്ചിട്ട് ആ വ്യക്തിനെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്യൂറൽ ക്രിമേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവിയായി പോകും ആ സമയത്ത് തന്നെ. അത്രയും ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ മരിച്ചു എന്ന് ഉറപ്പുണ്ടോ ക്രിമേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ബ്യൂറൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മരിച്ചു എന്ന് ഷുവർ ആണോ എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് മോഡേൺ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എത്ര നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ച ആൾക്കാരായാലും അവർക്ക് എവിടെയെങ്കിലും ഒരു ഹൃദയമിടിപ്പുണ്ടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡ്സ്, മോഡേൺ മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ നിന്ന് നമുക്കറിയാം, അവർ ഒരു ടൈം പറയാം, അത്രയും ടൈമിൽ വരെ നമ്മൾ ആ ഡെഡ് ബോഡി അവിടെ കീപ്പ് ചെയ്യണം. അതിനുശേഷമാണ് അവർ വിട്ടുതരുന്നത് ഫ്യൂണറലിന് വേണ്ടി. To alleviate such fears, the recently deceased were housed for a time in waiting mortuaries where attendants would watch for signs of life. അതാണ് ഞാൻ പറഞ്ഞത്. ആ മോഡേൺ മെത്തേഡ്സ് അവർ അപ്ലൈ ചെയ്ത ശേഷം ഈ അറ്റൻഡൻസ്, മോർച്ചറിയിൽ അറ്റൻഡൻസ് ഉണ്ടായിരിക്കുന്നു. ഇന്നലെ നമ്മൾ സ്റ്റാഫിങ് പറഞ്ഞതാണ്. അറ്റൻഡൻസ് ഉണ്ടായിരിക്കുക. ആ അറ്റൻഡൻസ് എന്തെങ്കിലും ലൈഫ് അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് കാണിക്കുന്ന എന്തെങ്കിലും സയൻസ് കാണിക്കുന്നുണ്ടോ എന്ന് ഈ അറ്റൻഡൻസ് ആ ഡെഡ് ബോഡീനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു പർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും. അതായത് ഒന്നുകിൽ 1 hour അല്ലെങ്കിൽ 2 hour, അത് ആദ്യമേ അവർ തീരുമാനിക്കും. എന്നിട്ട് ആ ഒരു ടൈം ഡ്യൂറേഷൻ, അത്രയും ടൈം ഈ അറ്റൻഡൻറ്റ് അവിടെ നിന്നും മൂവ് ചെയ്യാതെ ഈ ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് മാത്രം ഇരിക്കും. പിന്നെ എന്തെങ്കിലും സയൻസ് അതായത് നമ്മൾ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ ഡെഡ് ബോഡി വെച്ച് കഴിഞ്ഞാൽ അവർ മോഡേൺ മെത്തേഡ്സ് ഓഫ് വെരിഫൈയിങ് ഡെത്ത്, അതായത് ഡെത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡേൺ മെത്തേഡ്സ് അതിലേതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യും. ആ അപ്ലൈ ചെയ്തിട്ടൊരു ടൈം ഉണ്ടായിരിക്കും. ആ ടൈം വരെ മോർച്ചറി അറ്റൻഡൻസ് അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈം കഴിഞ്ഞാൽ അവർ ഉറപ്പിക്കും ഇയാൾ ഡെത്തായിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ഡെത്തായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച ശേഷം ഡെഡ് ബോഡി ഫ്യൂണറലിന് വേണ്ടിയിട്ട് റിലേറ്റീവ്സിന് വിട്ടുകൊടുക്കും. അത് ഇത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ആ ടൈം ഡ്യൂറേഷൻ അത്രയും അവിടെ കീപ്പ് ചെയ്ത് വെക്കും വെയിറ്റിംഗ് മോർച്ചറിയിൽ. ദി കോർപ്സ് വുഡ് ബി അലൗഡ് ടു ഡീകമ്പോസ് പാർഷ്യലി പ്രയർ ടു ബ്യൂറിയൽ. എന്താ കോർപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? CORPSES. കേട്ടിട്ടുണ്ടോ ആ വേർഡ്? അതായത് നമ്മൾ ഡെഡ് ബോഡിയുടെ മറ്റൊരു പേരാണ് കോർപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഡ് ബോഡിക്ക് പകരം കോർപ്സ് എന്നായിരിക്കും ക്വസ്റ്റ്യനിലൊക്കെ വരിക. അപ്പോൾ കേട്ടിട്ട് അറിയാത്ത പോലെ ഇരിക്കരുത്. ഡെഡ് ബോഡിയുടെ മറ്റൊരു പേരാണ് കോർപ്സ് എന്ന് പറയുന്നത്. CORPSES. കോർപ്സ് വുഡ് ബി അലൗഡ് ടു ഡീകമ്പോസ് പാർഷ്യലി പ്രയർ ടു ബ്യൂറൽ. അതായത് ആ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ ആ മോർച്ചറി അറ്റൻഡൻസിന് നോക്കിയാൽ മനസ്സിലാവും അവർ ഏകദേശം ഡീകമ്പോസ്ഡ് ആയി തുടങ്ങുന്നുണ്ട് എന്ന്. ഡീകമ്പോസ്ഡ് ആയി തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഡെത്തായിട്ടാണ്. കാരണം ഡെത്ത് ആവാത്ത ഒരാൾ ഡീകമ്പോസ്ഡ് ആവില്ല. അപ്പോൾ പാർഷ്യലി ഡീകമ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും ആ വ്യക്തി. അത് ഈ ഒരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞ ശേഷമാണ് അവർ നോക്കുന്നത്. ഇത്രയുമാണ് വെയിറ്റിംഗ് മോർച്ചറിയെ കുറിച്ച് പറയാനുള്ളത്. വെയിറ്റിംഗ് മോർച്ചറിയിൽ കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസ് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഡൗട്ട് തോന്നുന്ന വ്യക്തികളുടെ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്. അവിടെ ചിലപ്പോൾ വീട്ടിലൊക്കെ വെച്ച് മരിച്ച ആളുകളായിരിക്കും. അങ്ങനെയുള്ള കേസസ് ആണ് കൊണ്ടുവരാറുള്ളത്.
ചില ആൾക്കാർക്ക് ഇവർ ഫ്യൂണറൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്രയും ഫുള്ളായിട്ട് ഡെത്ത് ആയിട്ടുണ്ടെന്ന് സംശയമുള്ള കേസസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസസ് മോഡേൺ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഡെത്ത് സ്ഥിരീകരിക്കുന്ന മോഡേൺ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് അവർ ഒരു ടൈം ഡ്യൂറേഷൻ്റെ ഉള്ളിൽ നമ്മൾ മോർച്ചറി അറ്റൻഡൻസ് വാച്ച് ചെയ്ത ശേഷമായിരിക്കും ഡെത്ത് ഉറപ്പിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അവർ ആ ഒരു ടൈം കഴിഞ്ഞാൽ അവർ ഡെഡ് ബോഡീസ് പാർഷ്യലി ആയിട്ട് ഡീകമ്പോസ്റ്റ് ആയി തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം ഡെഡ് ബോഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുണ്ട് എന്ന്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞെങ്കിൽ ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ, അതായത് ഒരു ഹോസ്പിറ്റലായിരിക്കും എ കെയർ സെൻറ്റർ. കെയർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് കെയർ ചെയ്യുന്നത്? ഡെഡ് ബോഡീസിനെ. എ ഹോസ്പൈസ് ഓർ എ റിട്ടയർമെൻറ്റ് ഹോം, അതായത് ഹോസ്പൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡെറൈവ് ചെയ്തൊരു വേർഡ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഡൗട്ട് പോലെയാണോ പറയുന്നത്, ഉറപ്പിച്ച് പറയാണോ? ബാക്കിയുള്ളവർ എന്താ മിണ്ടാതിരിക്കുന്നത്? ഹോസ്പൈസിൽ നിന്ന് വേറെ ഏതെങ്കിലും വേർഡ് പറയാൻ പറ്റുമോ ഹോസ്പിറ്റൽ അല്ലാതെ? ഓക്കെ. ഹോസ്പൈസ് ഓർ എ റിട്ടയർമെൻറ്റ് ഹോം, അതായത് റിട്ടയർമെൻറ്റ് ഹോം എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂണറലിന് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മളുടെ ആ ഒരു വീടാണ്, നമ്മളുടെ ഒരു കെയർ സെൻ്ററാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് എംപ്ലോയ് സാലറീഡ് പേഴ്സണൽ കോൾഡ് മോർട്ടിഷ്യൻ. അവിടെ ഉള്ള എംപ്ലോയിയുടെ പേരാണ് മോർട്ടിഷ്യൻ. അല്ലെങ്കിൽ മോർട്ടിഷ്യൻ്റെ മറ്റൊരു പേരാണ് മോർച്ചറി ആൻഡ് ഡിസിൻഫെക്ഷൻ സർവീസ് ഏജൻറ്റ്. മോർട്ടീഷ്യൻ്റെ മറ്റൊരു പേരാണ്. മോർച്ചറിയിൽ, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സണലിൻ്റെ പേരാണ് മോർട്ടീഷ്യൻ. മോർട്ടീഷ്യൻ്റെ അനദർ നെയിമാണ് മോർച്ചറി ആൻഡ് ഡിസിൻഫെക്ഷൻ സർവീസ് ഏജൻസ് എന്ന്. സാലറീഡ് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? നേഴ്സ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആള്. നേഴ്സ് എന്ന് ആരോ പറഞ്ഞു. നേഴ്സ് എന്ന് മാത്രമൊന്നും അർത്ഥമില്ല. ആ ഒരു ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണോ പറയുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളിനെ പറയുന്ന പേരാണ് പേഴ്സണൽ. നമ്മൾ സ്റ്റാഫ് എന്നതിൻ്റെ അനദർ വേർഡാണ് പേഴ്സണൽ. ഹോസ്പിറ്റൽ മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സ് പോലെ തന്നെ നമ്മൾ ഓരോ ഒ പി ഡിപ്പാർട്ട്മെന്റ്സ് പറയാറുണ്ട്, IP ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു സർവീസ്, ഹോസ്പിറ്റലിൻ്റെ സർവീസാണ് മോർച്ചറി എന്ന് പറയുന്നത്. എ ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെസിഗ്നേറ്റഡ് ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റാണ്. ഫോറൻസിക് പർപ്പസസിനും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോപ്സി, അതായത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോർച്ചറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി ഫോറൻസിക് പർപ്പസസിനും അതുപോലെ എന്തെങ്കിലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മോർച്ചറി നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അതിലുള്ള പ്രിസർവേഷൻ റൂമിൽ അവരെ വെച്ച്, ഡെഡ് ബോഡീസിനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഓട്ടോപ്സി ചെയ്യാൻ പറ്റുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ, ചില ഏരിയകളിലൊക്കെ നമ്മൾ വീടുകളിൽ വെച്ച് ഫ്യൂണറൽ ചെയ്യാനുള്ള, അതായത് വലിയ വലിയ മെട്രോ സിറ്റീസിലൊക്കെ, നമ്മളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ നാടായാലും അധികവും നമ്മൾ ഫ്യൂണറലിന് വേണ്ടി നമുക്കൊന്നുകിൽ നമ്മളുടെ പള്ളികളിൽ അങ്ങനെ ഏരിയകളിലൊക്കെ ആയിട്ട് മറവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അങ്ങനെ സ്പേസ് ഇല്ലാത്ത ചില രാജ്യങ്ങളിൽ ഹോസ്പിറ്റൽ മോർച്ചറിക്ക് വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡെഡ് ബോഡീസ്. അവരെന്ത് ചെയ്യും? ചിലർ ഡെഡ് ബോഡീസ് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യും. ചിലർ അവരുടെ തന്നെ ഒരു ലാൻഡ് ഉണ്ടായിരിക്കും. മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറിക്ക് ഒരു ലാൻഡ് ഉണ്ടായിരിക്കും. ആ ലാൻഡിൽ ഫ്യൂണറൽ ചെയ്തിട്ട് അടക്കും. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി. ഒരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈവറ്റ് സ്ട്രക്ചർ ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബ്യൂറൽ ഒരു ക്രിമേഷൻ. ബ്യൂറൽ അല്ലെങ്കിൽ ക്രിമേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ബോഡി വെക്കുന്ന ഒരു പ്ലേസിനെ പറയുന്ന പ്രൈവറ്റ് സ്ട്രക്ചറാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റൽ അല്ല. ഹോസ്പിറ്റലായാലും പ്രൈവറ്റ് ഉണ്ട്, പക്ഷെ അതിനെ നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറി എന്നാണ് പറയാറ്. പ്രൈവറ്റും ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്. പക്ഷെ പ്രൈവറ്റ് മോർച്ചറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് അണ്ടറിലല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ ഈ ലാബ്, എക്സ്റേ, ഫാർമസി പോലെ തന്നെ ഓരോ ആൾക്കാർ അല്ലെങ്കിൽ ഷെയറായിട്ട് ഓരോ സ്വന്തമായിട്ട് അവരുടെ പേരിൽ ലൈസൻസ് എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ പ്രൈവറ്റ് മോർച്ചറി.
അതായത് ഒന്നിൻ്റെ അണ്ടറിലല്ല, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലല്ല, അല്ലാതെ സെപ്പറേറ്റ് അങ്ങനെയുള്ള പ്രൈവറ്റ് സ്ട്രക്ചറാണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ബ്യൂറോയിൽ അല്ലെങ്കിൽ റിമേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പേഷ്യൻറ്റിനെ വെക്കാൻ സൗകര്യം ഒരുക്കുന്ന, അതായത് ഡെഡ് ബോഡീനെ വെക്കാൻ സൗകര്യം ഒരുക്കുന്ന ഒരു പ്രൈവറ്റ് സ്ട്രക്ചറാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞെങ്കിൽ അത് അത് കൂടുതലായിട്ട് അവിടുത്തെ കേസുകൾ നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയിൽ പറഞ്ഞ പോലെ തന്നെ ഡെത്ത് അറ്റ് ഹോം കേസസ് ആണ് അവിടെ കൊണ്ടുവരാറുള്ളത്. വീട്ടിൽ നിന്ന് മരണപ്പെട്ട കേസുകളാണ്, അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് ആണ് പ്രൈവറ്റ് മോർച്ചറീസിൽ പൊതുവെ കൊണ്ടുവരാറുള്ളത്. Unlike a hospital mortuary, a private mortuary may not accept the bodies of persons who died of certain contagious diseases. കണ്ടേജിയസ് ഡിസീസസ് കാരണം മരണപ്പെട്ട രോഗികളെ ഡെഡ് ബോഡീസിനെ അവിടെ ഈ ഒരു പ്രൈവറ്റ് മോർച്ചറീസിൽ അക്സെപ്റ്റ് ചെയ്യാറില്ല. എന്താ കണ്ടേജിയസ് ഡിസീസസ്? കണ്ടേജിയസ് മീനിങ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? കറക്റ്റ്. നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ള ഡിസീസുകളെയാണ് നമ്മൾ കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. കാരണം അത് ഒരു എക്സാമ്പിൾ എന്താ? കൊറോണനെ തൊട്ട് മുന്നേ വന്നിരുന്നു വേറൊരു കണ്ടേജിയസ് ഡിസീസ്. ഏതാണ്? നിപ്പ. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ. ഓക്കെ, വെരി ഗുഡ്, എല്ലാവർക്കും അറിയാം. കണ്ടേജിയസ് ഡിസീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കണ്ടേജിയസ് ഡിസീസ് കാരണം മരണപ്പെട്ട വ്യക്തികളെ, അങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ പ്രൈവറ്റ് മോർച്ചറിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം അതിൻ്റെ ഡിസിൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. അങ്ങനെ ഒരു ഡെഡ് ബോഡീസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കോസ്റ്റ്, ആ ഒരു ഡെഡ് ബോഡി അവിടെ ഹാൻഡിൽ ചെയ്തത് കാരണം അവർക്ക് ഒരുപാട് കോസ്റ്റ് അവിടെ ചിലവാക്കേണ്ടി വരും. കാരണം ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് ഒക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. അതായത് അങ്ങനെ കണ്ടേജിയസ് ഡിസീസ് ഉള്ള ആളാണ്. അപ്പോൾ അത് അവിടെ വേറെ ആൾക്കാർ, വേറെ ഡെഡ് ബോഡീസിൻ്റെ കൂടെ വേറെ പ്രൈവറ്റ് സ്ട്രക്ചറിലുള്ള വേറെ ആൾക്കാരൊക്കെ വരും. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു അവർക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റിസ്ക് ഉള്ള കണ്ടേജിയസ് ഡിസീസുമായിട്ട് ഡെത്ത് ആയിട്ടുള്ള ഡെഡ് ബോഡീസിനെ അവിടെ അക്സെപ്റ്റ് ചെയ്യാറില്ല പ്രൈവറ്റ് മോർച്ചറിയിൽ. ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ മാനേജ്ഡ് ബൈ ഫ്യൂണറൽ ഹോംസ്. ഫ്യൂണറൽ ഹോംസ് ആണ് പ്രൈവറ്റ് മോർച്ചറീസ് മാനേജ് ചെയ്യുന്നത്. അതായത് ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂണറൽ ചെയ്യുന്ന ഏരിയകൾ, അതാണ് ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത്. എവിടെയാണോ അടക്കം ചെയ്യുന്നത് ആ അടക്കം ചെയ്യുന്ന ഒരു ഏരിയ, അതിനെയാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ സർവീസസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. അതായത് ഇതൊരു എക്സ്റ്റേണൽ സർവീസസ് ആണ്. ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വിത്തിൻ എ ഹോസ്പിറ്റലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽ മോർച്ചറി. പക്ഷേ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സർവീസ് ആണ്. പുറത്തു നിന്നാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ആളുകളാണ്, ഒന്നിൻ്റെയും അണ്ടറിലല്ല. അവരുടെ ഓരോ പേഴ്സൺസിൻ്റെ പേരിലുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി. എക്സ്റ്റേണൽ സർവീസ് മോർച്ചറി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, പ്രൈവറ്റ് മോർച്ചറിയാണ് എക്സ്റ്റേണൽ സർവീസസ് ഉള്ളത്. ഓക്കെ, നമ്മളെ മോർച്ചറീസിൻ്റെ പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. മോർച്ചറി കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ആംബുലൻസ് സർവീസ് ആണ്. ഇപ്പോൾ എടുത്ത മോർച്ചറിയുടെ പോർഷനിൽ ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മോർച്ചറിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്: വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി. ഈ 3-ൽ എന്തെങ്കിലും ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയടോ. എന്താണ്? ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞെങ്കിൽ ഹോസ്പിറ്റലിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വീട് പോലെ തന്നെ
ഹോസ്പിറ്റലിൽ ലൊക്കേറ്റ് ചെയ്ത മോർച്ചറിനെയാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അണ്ടറിൽ നടത്തുന്ന മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറിയെ കെയർ സെന്റർ എന്ന് പറയും, ഹോസ്പൈസ് എന്ന് പറയും, റിട്ടയർമെന്റ് ഹോം എന്ന് പറയും. ഇതൊക്കെ ഹോസ്പിറ്റൽ മോർച്ചറിന്റെ അനദർ നെയിംസ്, സിനോണിംസ് ആണ്. കെയർ സെന്റർ, ഹോസ്പൈസ്, റിട്ടയർമെന്റ് ഹോം. അവിടെയുള്ള സാലറീഡ് പേഴ്സണൽ, ഹോസ്പിറ്റൽ മോർച്ചറിയിലെ സാലറീഡ് പേഴ്സണലിന്റെ പേരാണ് മോർട്ടീഷ്യൻ. മോർട്ടീഷ്യന്റെ വേറൊരു നെയിമാണ് മോർച്ചറി ആൻഡ് ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്. ഇങ്ങനെ രണ്ട് പേരാണ് ഹോസ്പിറ്റൽ മോർച്ചറിയുടെ സാലറീഡ് പേഴ്സണലിനെ പറയുന്നത്. അതുപോലെ ഹോസ്പിറ്റൽ സർവീസിന്റെ പാർട്ടായിട്ടാണ് ഹോസ്പിറ്റൽ മോർച്ചറീസും നടത്തുന്നത്. ഓട്ടോപ്സീസ് ആയിട്ട് നമ്മൾ ഫോറൻസിക് പർപ്പസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ബോഡി പ്രിസർവ് ചെയ്ത് വെക്കാൻ 2 കോൾഡ് ടെമ്പറേച്ചറുകളുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് താൽക്കാലികമായിട്ടാണെങ്കിൽ പ്രൈവറ്റ് ചേമ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ടൈം വെക്കേണ്ടതാണെങ്കിൽ, അതായത് 1-2 ദിവസം കൊണ്ടൊന്നും ഇൻവെസ്റ്റിഗേഷൻ തീരില്ല എന്നുള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ കൊണ്ടുവെക്കാം. അങ്ങനെ 2 ടൈപ്പ് കോൾഡ് ചേമ്പറൊക്കെ ഉള്ള മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. പക്ഷേ വെയിറ്റിംഗ് മോർച്ചറിയിലും പ്രൈവറ്റ് മോർച്ചറിയിലും അങ്ങനെ 2 ടൈപ്പ് കോൾഡ് ചേമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു രണ്ടിൻ്റെയും മിഡിലുള്ള ഒരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത. ഓക്കെ അരുണ്യ. പ്രൈവറ്റ് ചേമ്പർ അതുപോലെ തന്നെ വെയിറ്റിംഗ് മോർച്ചറി രണ്ടും ഒരു മീഡിയം ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ട് പോകുന്ന വർക്ക് ചെയ്യുന്ന ഒരു കോൾഡ് ചേമ്പർ ആയിരിക്കും. ഒരൊറ്റ കോൾഡ് ചേമ്പറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെഡ് ബോഡീസ് ഫ്യൂണറൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കീപ്പ് ചെയ്യാൻ മാത്രമേ വെയിറ്റിംഗ് മോർച്ചറിയും പ്രൈവറ്റ് മോർച്ചറി യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഹോസ്പിറ്റൽ മോർച്ചറി ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം, കാരണം അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറും ഉണ്ട്, പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറും ഉണ്ട്. അത്രേ ഉള്ളൂ ഹോസ്പിറ്റൽ മോർച്ചറി. ഡെഡ് ബോഡിയുടെ അനദർ നെയിമാണ് കോർപ്സ്. കോർപ്പസ് അല്ല, കോർപ്സ്. അതായത് CORPS. കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PUS ആണ്. അപ്പൊ വേർഡ് മാറി. അല്ല, PSES. ഓക്കെ.